കാല് കൊടുത്ത പാഞ്ഞ് കയറി പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വണ്ടി എനിക്ക് കൊണ്ടുവന്നപ്പോൾ ഇതിനകത്ത് വളരെ കുറച്ച് ചാർജ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വേറൊരു വണ്ടി വേറെ ഇലക്ട്രിക് കാറാണ് ഞാൻ പറയും അയ്യോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ ബുദ്ധിമുട്ടാണെന്ന് പറയും. പക്ഷേ BYD ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ഇതൊക്കെ ഇഷ്ടം പോലെയാണ് ഷൂട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ രാത്രി MPV സെഗ്മെൻറ്റ് അടക്കി വാഴുന്ന ഇന്നോവ, ഇപ്പോൾ പുതിയ ഇന്നോവ ഹൈക്രോസ്, രണ്ടും ഫോസിൽ ഫ്യൂവൽസ് ആണ്. ഇവയോട് മത്സരിക്കാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള വണ്ടിയാണോ ഈ ഒരു ഇലക്ട്രിക് 6-7 സീറ്റർ ആയിട്ടുള്ള BYD E-MAX 7? നമുക്ക് നോക്കാം. വെൽക്കം ടു വണ്ടി പ്രാന്തൻ. MPV സെഗ്മെൻറ്റിൽ പ്രൈസ് ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വണ്ടികളുമായിട്ട് മുട്ടി നിൽക്കാൻ 26,90,000 രൂപ എക്സ്ഷോറൂം പ്രൈസുള്ള ഇതിൻ്റെ ബേസ് മോഡൽ, അതല്ലെങ്കിൽ 29 ലക്ഷം രൂപയ്ക്ക് 29.30 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന ടോപ്പ് എൻഡ് മോഡൽ, ഈ രണ്ട് വണ്ടികളും ആ ഒരു പ്രൈസ് വെച്ചിട്ട് നോക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഗുണം എന്നുള്ളതും എന്താണ് അതിൻ്റെ ദോഷങ്ങളെന്നും പറയാം. 2021 ടാക്സി സെഗ്മെൻറ്റായിട്ട് വന്നിട്ടുള്ള BYD E6 പവറിൻ്റെ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ആ ഒരു വണ്ടി 5 സീറ്റർ ആയിരുന്നു. എന്നാൽ 2024 ആ ഒരു ബാങ്കോക്ക് ഇൻ്റർനാഷണൽ മോട്ടോർ ഷോയിൽ സോങ്മാക്സ് MPV എന്നുള്ള ഒരു പേരിൽ അവതരിപ്പിച്ച E-MAX 7 എന്ന് പറയുന്നത് 6-7 സീറ്ററാണ്. ആ വണ്ടിക്ക് അത്യാവശ്യം പവർ ഉണ്ട്, 2 ബാറ്ററി പാക്കുകളുണ്ട്, 2 പവർ ഫിഗറുകളുണ്ട്. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് ഒരു ഇത്തിരി പരിചയമുള്ള വണ്ടിയാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം 2021 പറയുമ്പോൾ 25 പറയുമ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് വണ്ടി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൊമേഴ്ഷ്യലായിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് മാറി പ്രൈവറ്റ് ആയപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് പവറായിരുന്നു. ആ പവർ ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഡ്രൈവബിലിറ്റി കുറച്ചുകൂടി കൂടിയിട്ടുണ്ടെന്ന് തോന്നി. എന്തായാലും ഇതിൻ്റെ ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അകത്ത് കയറാം. അകത്തൊരു കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് വണ്ടി റോഡിലേക്ക് എടുത്ത് ഓടിക്കാം. ഓടിക്കുന്നതാണ് മുഖ്യം. കാരണം ഇതിൻ്റെ ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പവർ ട്രെയിനിലാണ്, ബാറ്ററി പാക്കിലാണ്, പവറിലാണ്, ടോർക്കിലാണ്. BYD E6 അതല്ലെങ്കിൽ സോമാക്സ് EV അതല്ലെങ്കിൽ E-MAX 7 ഒക്കെ തന്നെയും ഈ ഒരു വണ്ടി ഒക്കെ തന്നെ ഒന്നാണെങ്കിലും ഈ ഒരു വണ്ടികളൊന്നും തന്നെയും ഇലക്ട്രിക്കായി ജനിച്ചതല്ല, ഇലക്ട്രിക്കായിട്ട് മാറിയതാണ്. അതുകൊണ്ട് തന്നെ ഇന്നോവ പോലുള്ള അല്ലെങ്കിൽ ഹൈക്രോസ് പോലുള്ള അല്ലെങ്കിൽ സാധാരണ MPVകൾ പോലുള്ള ഒരു രൂപം ഈ വണ്ടിക്കുണ്ട്. ഇതിൻ്റെ ഒഴുക്കെന്ന് പറയുന്നത് ശരിക്കും ഒരു സാധാരണ റോഡിൽ കാണുന്ന വണ്ടി പോലെ തന്നെയാണ്. ഒരു അന്യഗ്രഹ ജീവിയെ പോലെയോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് കാർ പോലെയോ അല്ല. അതിൻ്റെ വലിയൊരു ഗുണമാണ്. കാരണം ഐസ് കാറിൽ നിന്ന് ഇലക്ട്രിക്കിലേക്ക് മാറുമ്പോൾ ഓക്കെ ഞാൻ വാങ്ങുന്ന വണ്ടി ഒരു വല്ലാത്ത ഫ്യൂച്ചറിസ്റ്റിക്കായി പോയെന്നുള്ള പ്രശ്നമില്ല, പ്രത്യേകിച്ചും MPVകൾക്ക്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ടാക്സിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടാക്സി സെഗ്മെൻറ്റിന് വേണ്ടിയിട്ട് E6 ഇറക്കിയപ്പോൾ ആ വണ്ടി അത്യാവശ്യം ക്ലച്ച് പിടിച്ചതും. അതിന് മറ്റൊരു കാരണമുണ്ട്, അത് റേഞ്ചാണ്. BYD E-MAX 7 2 ബാറ്ററി പാക്കാണ്. 2 ബാറ്ററി പാക്ക് എന്ന് പറയുമ്പോൾ അത് 55 kWh 73 kWh. ഈ 2 ബാറ്ററികളും കൂടി ചേരുമ്പോൾ അത്യാവശ്യം നല്ല റേഞ്ചിൽ 2 മോഡലുകൾ നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ മോഡലിന് ഏറെക്കുറെ 420 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. എന്നാൽ കൂടിയ മോഡലിന് 530 കിലോമീറ്ററാണ്. അപ്പോൾ ഒരു ഫാമിലി കാർ എന്ന നിലയ്ക്കോ ഒരു ലോങ് ഹോൾ വണ്ടി എന്ന നിലയ്ക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു വണ്ടിയായിട്ട് BYD E6 മാറി E-MAX 7 ആയപ്പോൾ കൂടെ 2 സീറ്റുകൾ കൂടി കിട്ടി. ഇങ്ങനെയുള്ള ഗുണങ്ങളാണ് ഈ വണ്ടിയിൽ കാണുന്നത്. ഓക്കെ, ഈ വണ്ടിയുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ മുൻവശത്ത് LED ടെക്നോളജി ആയിട്ടുള്ള LED ഹെഡ്ലാംപ്സ് വന്നു. അതുപോലെ ആ ഒരു ഗ്രില്ലിൻ്റെ ആ ഒരു രൂപത്തിന് E-MAX 7 E6 സാമ്യങ്ങളുണ്ട്. എന്നാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാൻ പറ്റുള്ളൂ. മുകളിൽ വലിയ ഒരു ഗ്ലാസ് റൂഫ് വന്നിട്ടുണ്ട്. കൂടാതെ അഡാസ് ലെവൽ 2 എന്ന് പറയുന്ന ആ ഒരു കാര്യം, ക്യാമറ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെയും ഈ വണ്ടിയുടെ ഗുണങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. E-MAX 7 മുൻവശത്ത് LED ഹെഡ്ലാംപ്സാണ്. ഈ ഹെഡ്ലാംപ്സ് എന്ന് പറയുന്നത് തീർത്തും നല്ല ഭംഗിയുള്ള ഹെഡ്ലാംപ്സ് ആണ്. കൂടാതെ ആ ഒരു ഗ്രില്ലെന്ന് പറയുന്നത് BYD ബിൽഡ് യുവർ ഡ്രീംസിൻ്റെ ആ ഒരു ലെറ്ററിംഗ് ആണ്. ഇനി ഹെഡ്ലാമ്പിന് താഴെ എഡാമുണ്ട്. ആ എഡാമിന് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ റഡാർ ഉണ്ട്. കൂടാതെ ക്യാമറ കാണാം. ഓക്കെ, ഇത് ടെക്നോളജിക്കലി ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു വേർഷനാണ് എന്ന് തന്നെ പറയാം. ബോണറ്റ് ഏരിയയ്ക്ക് മാറ്റങ്ങളില്ല, ഗ്ലാസ് ഏരിയയ്ക്ക് മാറ്റങ്ങളില്ല. അഡാസി ക്യാമറ കാണാമെന്ന് വെച്ചാൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. മുകളിൽ ഗ്ലാസ് റൂഫും റൂഫ് റെയിൽസും ഉണ്ട്. വശങ്ങളിലെ സ്പേസ് എന്നുള്ള എഴുത്തുണ്ടല്ലോ, അതിനിപ്പോഴാണ് അർത്ഥം കിട്ടിയത്. എന്ന് വെച്ചാൽ ഇതിനകത്ത് 6-7 പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. മുന്നേ അത് ബൂട്ട് സ്പേസ് ആയിരുന്നു. ഡോറൊക്കെ വലുതായി തുറക്കാം, വലിയ ഡോറാണ്. അകത്ത് ഇറങ്ങാനും ബുദ്ധിമുട്ടില്ല. ബോഡി കളറാണ് ഈ ഒരു ഡോർ ഹാൻഡിൽസ്. E-MAX 7 വശങ്ങളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വലിയ വണ്ടിയാണെന്നുള്ളത്. 360 ക്യാമറ അല്ലെങ്കിൽ ആ ഒരു LED ലൈറ്റിങ്, കൂടാതെ ബോർഡർ ലൈൻസ്, പിയാനോ ബ്ലാക്ക് ഇൻസേർട്ട്, സ്പേസ് എന്നുള്ള ആ ഒരു എഴുത്ത് എല്ലാം നമുക്കിവിടെ കാണാമെന്നുള്ളതാണ്. ഇനി വീൽ നോക്കിയാൽ വീലിൻ്റെ മുകളിൽ ആ ഒരു ബ്രേക്ക് നോക്കിയാൽ ഡിസ്ക് ബ്രേക്കാണ് വണ്ടി. 225/55/R17 ഇഞ്ചാണ് ഇപ്പോൾ വീൽ എന്നുള്ളതാണ്. പിന്നെ ക്രോം ഇൻസേർട്ട് ബമ്പറും തുടങ്ങിയിട്ട് ഇങ്ങനെ താഴെ കൂടെ പോയിട്ട് ആ ഒരു മുൻവശം വരെ എത്തുന്നുണ്ട്. മുന്നിലെ ബമ്പറിലുമുണ്ട് ആ ഒരു ക്രോം ഇൻസേർട്ട് എന്നുള്ളതാണ്. ഈ ഗ്ലാസിനും ആ റൂഫിനും തമ്മിലൊരു പാർട്ടീഷൻ ഉണ്ട്, ഒരു ചെറിയ പാനൽ പോലെ. അതൊരിത്തിരി കൗതുകം തോന്നിയ കാര്യമാണ്. പിന്നെ വൈപ്പർ ബ്ലേഡുകളുടെ ആ ഒരു ഷേപ്പും ഒരിത്തിരി കൗതുകം തോന്നി. E-MAX 7 BYD E6 വലിയ മാറ്റങ്ങൾ തോന്നില്ല പിന്നിൽ. E-MAX 7 എന്നുള്ള ബാഡ്ജിങ്ങും EV എന്നുള്ള ബാഡ്ജിങ്ങും കൂടെ LED ലൈറ്റിൻ്റെ ഒരു സങ്കരം കാണാൻ ക്രോം ബാഡ്ജിങ് ഉണ്ട്. BYD എന്നുള്ള എഴുത്തും ആ ഒരു വലിയ സ്പോയിലറും റിയർ ഡിഫോഗറും ആ വൈപ്പറും കാണാം. പവേർഡാണ് ടെയിൽ ഗേറ്റ്.
ഈ പവർ ടെയിൽ ഗേറ്റ് തുറക്കാത്തത് ഞാൻ വണ്ടി ലോക്ക് ചെയ്തോണ്ടാണ്. പക്ഷേ ഇത് 2 വട്ടം പ്രസ് ചെയ്താലും അതങ്ങ് തുറക്കും. പവർ ടെയിൽ ഗേറ്റിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ലഗേജ് എടുത്ത് വെക്കാനുള്ളതാണ്. പക്ഷേ എടുത്ത് വെക്കാൻ ലഗേജ് വെക്കാനുള്ള സ്ഥലമൊന്നും ഇവിടെ ഇല്ല. വളരെ ചെറിയ ഒരു സ്പേസാണ്. ഈ 2 സീറ്റുകൾ നമുക്ക് മടക്കിയിടാം. അപ്പോൾ അത് E6 ആവും. E6 ആയി കഴിയുമ്പോൾ എന്താ ഗുണം? ഇഷ്ടംപോലെ ബൂട്ട് സ്പേസാണ്. ഓക്കെ, ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഒരു ഇത്തിരി പ്രീമിയം ഫീൽ ഉണ്ട് എന്നുള്ളതാണ്. BYD E-Max 7ൻ്റെ സൈഡ് ഗ്ലാസ് ഡിസൈൻ നല്ല രസമാണ്. ഇവിടെ കൂടി ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നുന്നു റൂഫ്. കാരണം ഇവിടെ ഒരു വൈറ്റ് ഇൻസേർട്ട് ഉണ്ട്. ഇത് വലിയ ഡോറുകളാണ്. ഈ ഗ്ലാസ്സിലാണ് NFC-യുടെ സിമ്പിൾ ഉള്ളത്. പിന്നെ ഈ ഗ്ലാസ് അവസാനിക്കുന്നതും ഒരു ഫ്ലോട്ടിംഗ് പോലെ തന്നെയാണ്, ഇങ്ങനെ പിന്നോട്ട് പോകുന്ന പോലെ. അതായത് 2 ഗ്ലാസ്സുകളും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഈ ഫ്രണ്ട് ഗ്ലാസ് കൂടി കണക്ഷൻ ആയിരുന്നെങ്കിൽ ഇതൊരു രസമുള്ള ഒരു ഡിസൈനായി പോകുന്നത്. എപ്പോഴും നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ അഴകളവുകളുടെ കാര്യം പറഞ്ഞാൽ ഒരു ബേസിക് MPV ഡിസൈനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു MPV ഇലക്ട്രിക് ആയ ഒരു കാര്യം. അതിൻ്റെ ഒരു കാര്യത്തിൽ തന്നെ ഈ ഗ്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ LED ലൈറ്റിൻ്റെ ഗ്ലാസ്സിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരു ലൈൻ ബോർഡ് ലൈൻ അങ്ങനെ പിൻവരം അറ്റം വരെ പോകുന്നുണ്ട്. താഴെ ഒരു ചെറിയൊരു കർവിങ്ങേ ഉള്ളൂ. അതായത് ഡിസൈൻ എലമെൻറ്റുകളുടെ ബാഹുല്യമില്ല, പക്ഷേ ലളിതമാണ്, സുന്ദരമാണ് ഇതിൻ്റെ വശം എന്നുള്ളതാണ്. നിങ്ങൾക്ക് BYD E-Max 7 ഇഷ്ടമാണോ? എനിക്ക് ഇതിൻ്റെ ഡിസൈൻ ഇഷ്ടമാണ്. നിങ്ങൾ താഴെ ഇഷ്ടമാണോ അല്ലേ എന്ന് കമൻറ്റ് ചെയ്യൂ. ഇലക്ട്രിക്കായി ജനിച്ചിട്ട് ഇലക്ട്രിക്കായി ജീവിക്കുന്ന വണ്ടികളുടെ പോലെയല്ല ഐസ് വണ്ടിയായിട്ട് ജനിച്ചിട്ട് ഇലക്ട്രിക്കായി മാറിയ ഈ ഒരു E-Max 7ൻ്റെ അവസ്ഥ. പെട്രോൾ ടാങ്കിൻ്റെ അതേ സ്ഥലത്താണ് ഈ ഒരു ചാർജിങ് പോർട്ട്. ഇത് ഫാസ്റ്റ് ചാർജിങ് ഉള്ളൊരു വണ്ടിയാണ്. എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു 73 kWh ബാറ്ററി ചാർജ് ആവുന്നതാണ്. വളരെയധികം റിസീവിങ് കപ്പാസിറ്റി ഉള്ള വണ്ടി കൂടെയാണ് ഈ BYD E-Max 7 എന്നുള്ളതാണ്. ക്വിക്കായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അതൊരു വലിയ ബെനിഫിറ്റാണ്. BYD E-Max 7ൻ്റെ ബോണറ്റിൽ ഹൈഡ്രോളിക് സ്റ്റട്ടുകളുണ്ട്. നമുക്കൊരു സൗണ്ട് കേൾക്കാൻ വണ്ടി ഓണാണ്. 201 ഹോഴ്സ് പവറും 161 bhp ആണ് കുറഞ്ഞ ബാറ്ററി പാക്കുള്ള വണ്ടിയുടെ ആ ഒരു മോട്ടറിൻ്റെ പവർ. ഇനി വണ്ടിയുടെ വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് മോട്ടറിനും ബാറ്ററിക്കും വാറണ്ടി ഉണ്ടെന്നുള്ളതാണ്. 8 വർഷം അതല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ ബാറ്ററിക്ക് ഉണ്ടെങ്കിൽ 8 വർഷം അതല്ലെങ്കിൽ 1,50,000 കിലോമീറ്റർ വാറണ്ടി മോട്ടറിനുമുണ്ട്. അത് ഒരു നല്ല കാര്യമാണ്. പ്രത്യേകിച്ചും ബ്ലേഡ് ബാറ്ററിയാണ്, റേഞ്ച് കിട്ടുന്ന ബാറ്ററിയാണ്, പ്രശ്നങ്ങളില്ലാത്ത ബാറ്ററിയാണ്. അതിന് വാറണ്ടി കൂടി ആകുമ്പോൾ പീസ് ഓഫ് മൈൻഡ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇന്നോവ ഹൈക്രോസിൻ്റെ ഒരു വില കൊടുക്കുന്ന വണ്ടിയല്ലേ, അപ്പോൾ എന്തായാലും വാറണ്ടി വേണം. BYD E-Max 7-നകത്ത് പ്രീമിയംനെസ് ഉണ്ട്. സീറ്റൊക്കെ പ്ലഷ് ആണ്. കൂടാതെ ഡാഷ്ബോർഡിൽ ആ ഒരു വുഡൻ ഇൻസെർട്ട് പോലുള്ള ഇൻസെർട്ട് കൊള്ളാം. റൊട്ടേറ്റ് ചെയ്യുന്ന സ്ക്രീൻ ഉണ്ട്. ഇതൊക്കെ E6 ഉണ്ടായിരുന്നു. എന്നാൽ ഈ വണ്ടിക്കകത്ത് ആ ഒരു ഓട്ടോ ഡിമ്മിങ്ങുള്ള മിറർ വന്നിട്ടില്ല. അതൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ കുറവായിട്ട് പറയാം. അങ്ങനെ കുറച്ച് കുറവുകളുമുണ്ട് ഈ വിലയുടെ ഒരു കാര്യം നോക്കുമ്പോൾ. ഇപ്പോൾ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്, വെന്റിലേറ്റർ സീറ്റാണ്. ഈ സ്റ്റിയറിങ്ങിന് ടിൽറ്റും റീച്ചും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. ക്ലസ്റ്ററൊക്കെ ലളിതമാണ്, സുന്ദരമാണ്. ഈ ഒരു ഗിയർ കൺസോൾ കൊള്ളാം. ഇവിടെ സ്വിച്ചുകളിലൊക്കെ ലാളിത്യമുണ്ട്. ബാക്കിയെല്ലാം സ്ക്രീനാണ് മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾ ചെയ്യുന്നത്. ഗുണമാണത്. പിന്നെ സൺഗ്ലാസ് ഹോൾഡർ പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ LED ലൈറ്റുകൾ എല്ലാം ഉണ്ട്. ഗ്ലാസ് റൂഫ് അത്യാവശ്യം നല്ല വെളിച്ചം തരുന്നുണ്ട്. എയറി ഫീലുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ മുൻവശത്തിരിക്കാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ സുഖമാണെന്ന് പറയാം. പക്ഷേ ഡെഡ് പെഡൽ ഇല്ലാത്തൊരു പ്രശ്നമാണ്. അത് ഡെഡ് പെഡൽ കൂടി വേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് ഇലക്ട്രിക്കാണ്. ഒരു ബ്രേക്ക് പെഡലും ഒരു ത്രോട്ട് പെഡലും മാത്രമുള്ളൊരു ഡെഡ് പെഡലൊക്കെ എന്തായാലും തടസ്സമെന്ന് എനിക്കറിയില്ല. വയർലെസ് ചാർജിങ് പാഡുകൾ കാണാം. പാഡെന്ന് പറയാൻ പറ്റുള്ളൂ, പാഡേ ഉള്ളൂ. കൂടാതെ NFC-യുടെ ആ ഒരു ലെറ്ററിങ് അവിടെ കാണുന്നുണ്ട്. കുറച്ചധികം മാറ്റങ്ങളില്ല, ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. പക്ഷേ വലിയ മാറ്റം എന്ന് പറയുന്നത് 6-7 സീറ്റുകളാണ്. അതിലേക്ക് നമുക്ക് പോവാം. ഈ ഗ്ലാസിൻ്റെ ഡീഫ്രോസ്റ്റ് വിൻഡോയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊടുത്ത എയർ സക്കിങ് വിൻഡോ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല നീറ്റായിട്ട് തോന്നി. ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് തോന്നി. അഡാസിൻ്റെ കൺട്രോൾസ് ഉള്ള സ്റ്റിയറിംഗ് വീലിൽ വോളിയം കൺട്രോൾ തന്നെയാണ് മിഡിൽ അല്ലെങ്കിൽ MIDയിലെ കാര്യങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നത്. അത് നന്നായി തോന്നി. പിന്നെ സ്ക്രീനിലേക്ക് എല്ലാം കൊണ്ടുവന്നുണ്ട്. ഇപ്പോൾ വെന്റിലേറ്റർ സീറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ AC ഫംഗ്ഷൻസ് ആണെങ്കിലും ഒക്കെ സ്ക്രീനിലാണ്. AC-ക്ക് പക്ഷേ ഓൺ ഓഫ് സ്വിച്ച് താഴെ കൊടുത്ത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഗുണമാണ്. പക്ഷേ സ്ക്രീനിലേക്കെല്ലാം മാറുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ അടുത്ത് ഫോക്സ്വാഗൺ പറഞ്ഞു കേട്ടു മൊബൈലല്ല കാറാണ്, ബട്ടൺസ് തന്നെ വേണം എന്നൊക്കെ. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ തിരിച്ചു വരുന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. ഇത് ഇൻറ്റ്യൂറ്റീവാണ്, റെസ്പോൺസീവാണ്. ഇതിൻ്റെ ഉള്ളിൽ സെറ്റിങ്സിനകത്ത് നമുക്ക് ഏറെ കുറേ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഓഡിയോ അല്ലെങ്കിൽ ഡിസ്പ്ലേ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശരിക്കും ഇതിന് അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് ഉണ്ട്, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ് ഉണ്ട്. അഡാസ് ലെവലിൻ്റെ കാര്യങ്ങൾ ഡ്രൈവ് അസിസ്റ്റിനകത്ത് അല്ലെങ്കിൽ ഡ്രൈവിംഗ് അസിസ്റ്റിനകത്ത് ലൈൻ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. കൂടാതെ ഹൈ ബീം അസിസ്റ്റ് ഉണ്ട്. ആക്റ്റീവ് സേഫ്റ്റിക്കകത്ത് ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ്, ബ്ലൈൻഡ് സ്പോട്ട് അസിസ്റ്റ്, ESCയുടെ കാര്യങ്ങൾ, പാർക്ക് അസിസ്റ്റ്, പനോരമിക് ഇമേജ് എന്ന് പറയുന്ന കാര്യം കൊള്ളാം. കാരണം നമുക്ക് ആ ഒരു ക്യാമറയോടെ കാണാൻ പറ്റുമെന്നുള്ള ഗുണമാണ്. 3D ഒരു വേഷനുള്ള ക്യാമറയാണ്. അപ്പോൾ നമുക്കിവിടെ അത് എടുത്ത് നോക്കാനും പാർക്ക് ചെയ്യാനൊക്കെ എളുപ്പമാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കൊണ്ടുനടക്കാൻ, വലിപ്പം കൂടുതലാണെങ്കിലും. പിന്നെ എനർജിയുടെ ഒരു പോയിന്റിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് റീജൻ ഉള്ള വണ്ടിയാണ്. റീജൻ മോഡ് സ്റ്റാൻഡേർഡ് ഡൈനാമിക് വേണമെന്നുള്ള ഒരു കാര്യം കാണാം. ചാർജ് സെറ്റിങ്സ് ഉണ്ട്. അതായത് സ്മാർട്ട് ചാർജിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ അത് കാണാം. സമയം ഒക്കെ നോക്കിയിട്ടേ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. കൂടാതെ കൺസംഷൻ എത്രയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. കൺസംഷൻ കർവ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് മൈൻഡിലാണ് നമ്മൾ വണ്ടി ഓടിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ വെഹിക്കിൾ സെറ്റിങ്സിനകത്ത് സ്റ്റിയറിംഗ് അസിസ്റ്റ്, കംഫർട്ട്, സ്പോർട്ട്. ഞാൻ കംഫർട്ടബിൾ അതിൻ്റെ ആവശ്യം. ആ ഒരു ചെറിയ സ്പീഡിലൊക്കെ നമുക്ക് ഓടിക്കാനായിട്ട്.
ബ്രേക്ക് അസിസ്റ്റ് കംഫർട്ടബിളാണ് കൊടുത്തേക്കുന്നത്. സ്റ്റിൽ ആ ഒരു ബ്രേക്ക് കുറച്ച് അഗ്രസീവാണ്. ഇപ്പോൾ ലൈറ്റ്സിൻ്റെ കാര്യത്തിൽ ഡൈനാമിക് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാം. എക്സ്റ്റീരിയർ റിയർ വ്യൂ മിറർ ഓട്ടോ ഫോൾഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. എ സിയുടെ ഒരു കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഓട്ടോ ഫാൻ സ്പീഡ് റെഡക്ഷൻ ഡ്യൂറിങ് ബ്ലൂടൂത്ത് കോൾസ് നല്ല കാര്യമാണ്. പിന്നെ റിമോട്ട് കൺട്രോൾഡ് AC റണ്ണിങ് ടൈം ആ ഒരു കാര്യമുണ്ട്. AC മോഡ്, എയർ പ്യൂരിഫിക്കേഷൻ, സീറ്റ് വെന്റിലേഷൻ, ലോക്സ്, നോട്ടിഫിക്കേഷൻസ്, അങ്ങനെ അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ള നല്ല ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് എന്ന് പറയാം. ആ ഒരു സ്ക്രീനിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഈ താഴെ കാണുന്ന മെനുകളൊക്കെ ഉണ്ട്. AC ഉണ്ടെങ്കിലും വെന്റിലേറ്റർ സീറ്റ് ഓൺ ആക്കണമെങ്കിൽ നമ്മളിത് ക്ലിക്ക് ചെയ്ത് പോയിട്ട് മുകളിൽ പോയിട്ട് വേണം ഓണാക്കാനായിട്ട്. വെന്റിലേഷൻ ഫംഗ്ഷൻ എടുത്തിട്ട് ഓണാക്കണം. എയർ പ്യൂരിഫിക്കേഷൻ സെറ്റിങ്സ് ഒക്കെ നമുക്ക് ആ ഒരു സംഗതിയായിട്ട് എടുക്കാം. സ്റ്റിൽ ഇവിടെ AC കൺട്രോൾസ് എന്നുള്ള ഗുണമാണ്. ഫിസിക്കൽ ബട്ടൺസ് ഇല്ല എന്നുള്ളൊരു പ്രശ്നമായിട്ട് പറയാവുന്ന കാര്യമാണ് വേണമെങ്കിൽ. ഈ ഒരു സ്പീഡോമീറ്ററിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മൊത്തത്തിലുള്ള ലേഔട്ട് എന്ന് പറയുന്നത് ഭയങ്കര നല്ല ഒരു ലേഔട്ടാണ്. കാരണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ കൈ ഓടിക്കാനൊക്കെ വളരെ ഈസിയാണ്. ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതായത് ഇങ്ങനെ ചുമ്മാ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ ഫാസ്റ്റ് 50 കിലോമീറ്റർ ഓടിയ ഒരു ഓട്ടം, ഇതിൻ്റെ എയർ എന്താ, അല്ലെങ്കിൽ സ്പോർട്ട് മോഡിൽ നമുക്ക് ലാപ്പ് ടൈമർ, അതുപോലെ ഫ്രണ്ട് എയർ വോളിയം, എയർ ടെമ്പറേച്ചർ, ഇൻഫർമേഷനകത്ത് നമുക്ക് ആ ഒരു കാര്യങ്ങൾ, TPMS, ഡ്രൈവിംഗ് ടൈം, ആവറേജ് സ്പീഡ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് വായിക്കാൻ റീഡബിൾ ആയിട്ടുള്ള ഒരു മീറ്റർ ക്ലസ്റ്ററാണ്. നല്ല മീറ്റർ ക്ലസ്റ്ററാണ്. ഫ്യൂവൽ അല്ലെങ്കിൽ റേഞ്ച് കാണിക്കുന്ന താഴെയാണെങ്കിലും ഒരു ബാറ് കൂടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ അഡാസ് ലെവലിൻ്റെ കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണാം. ഇതൊരു 6 സീറ്ററാണ്. ഇപ്പോൾ 6, 7 എന്ന് പറയുമ്പോൾ നടുവിലത്തെ ഒരു സീറ്റ് കൂടി വരും എന്നുള്ളതാണ്. അതായത് 2, 3, 3, അപ്പോൾ അത്ര 6, 2, 8 ആയില്ലേ. ഇതിപ്പോൾ 2, 4, 6 ബാക്കിൽ 2 സീറ്റേ ഉള്ളൂ. അപ്പോൾ 8 സീറ്റിനുള്ള കണക്ഷൻ ഇല്ല അതിനകത്ത്, അല്ലെങ്കിൽ 8 സീറ്റിനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇലക്ട്രിക് ആവാനുള്ള മെയിൻ ഗുണം എന്ന് പറയുന്നത് ഫ്ലോർ ഫ്ലാറ്റാണ്. അപ്പോൾ ഇരിക്കുന്നത് നല്ല സുഖമായിട്ടാണ്. പിന്നെ മൾട്ടി പോയിന്റ് ചാർജിങ് ഉണ്ട് ഈ വണ്ടിക്ക്. എന്ന് വെച്ചാൽ C ഉണ്ട്, A ഉണ്ട്, വയർലെസ് ചാർജിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഗുണമാണ്. ഇവിടെ നമുക്ക് AC കൺട്രോൾസ് ഉണ്ട്. കൂടാതെ സീറ്റിന് പോക്കറ്റൊക്കെ കാണാം. AC കൺട്രോൾസ് എന്ന് പറയുമ്പോൾ മുകളിൽ ഗ്ലാസ്സാണ്. എവിടെ AC വെൻ്റ് വെച്ചിട്ടുള്ളത് താഴത്തല്ല, ആംറസ്റ്റിൻ്റെ പിന്നിലല്ല, പകരം റൂഫിൽ തന്നെ വെച്ചേക്കാം. ആ ലൈറ്റൊക്കെ തന്നെ അങ്ങനെ തന്നെയാണ്. ഈ സീറ്റിന് റിക്ലൈനിങ് ഉണ്ട്. അതൊരു നല്ല കാര്യമാണ്. ഈ സീറ്റിന് സ്ലൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. കാരണം ബാക്കിൽ ഒരാളിരിക്കുമ്പോൾ, ഇപ്പോൾ ഞാനിവിടെ ഇരുന്നു, എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനാണ്, ഞാനിരിക്കുന്നു, എൻ്റെ കാല് മുട്ടുന്നില്ല. ഇനി നടുവിലേക്കൊന്ന് കയറി നോട്ടെ. നടുവിലേക്കല്ല, പിന്നിലേക്ക്. E-Max 7 പിൻ സീറ്റിൽ തൈ സപ്പോർട്ടിൻ്റെ കുറവുണ്ട്. സാധാരണ കാണുന്ന 7 സീറ്റ് 6 സീറ്റർ പോലെ തന്നെ. പക്ഷേ ലെഗ് റൂം ഇഷ്ടം പോലെ ഉണ്ട്. അത്യാവശ്യം ലെഗ് റൂം ഉണ്ട്. വേണമെങ്കിൽ കൂട്ടാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇഷ്ടം പോലെ നമ്മൾ ഉദ്ദേശിച്ചത്. ഇന്നോവ ക്രിസ്റ്റയ്ക്കോ ഹൈക്രോസിനോ പകരക്കാരനാണോ? അല്ല, ഒരു പരിധി വരെയാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഇലക്ട്രിക്കിൻ്റെ ഗുണങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ റൈഡിങ് കംഫർട്ടിൻ്റെ ഒരു കാര്യം കൊണ്ടുപിടിക്കുമ്പോൾ ഞാൻ പറയാം. എന്തായാലും ഇതിനകത്ത് ഇരിക്കുമ്പോൾ ഇന്നോവ ഹൈക്രോസിൻ്റെയോ അല്ലെങ്കിൽ ഇന്നോവ ക്രിസ്റ്റയുടെ പോലെ അല്ല. ഹെഡ് റൂമിൻ്റെ ആ ഒരു കുറവ് നമുക്ക് കാണാം. തല മുട്ടുന്നുണ്ട് എൻ്റെ, കണ്ടില്ലേ. പിന്നെ ഈ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ചാരിയിരിക്കാം. ഒന്ന് റിക്ലൈനും കൂടി ചെയ്താൽ ഈ തലമുട്ടിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. AC വെൻ്റുകളുടെ സ്പീക്കേഴ്സിൻ്റെ, അപ്പോൾ സൗണ്ട് സിസ്റ്റം മാത്രം പോരാ ഈ ഒരു വണ്ടിയുടെ ഒരു കാര്യം നോക്കുമ്പോൾ. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ, അതായത് ഒരു ഒക്കേഷണൽ 7 സീറ്റർ എന്നോ അല്ലെങ്കിൽ ഒക്കേഷണലായിട്ട് ഇരിക്കാൻ പറ്റുന്ന വണ്ടി എന്ന നിലയ്ക്ക് അല്ലാതെ കാണുന്നത് ഒരു ഫുൾ ട്രിപ്പ് പോകാൻ ബുദ്ധിമുട്ടില്ലാത്തൊരു വണ്ടി എന്ന നിലയ്ക്ക് തന്നെ കാണാൻ പറ്റുക. കാരണം ഈ കാലം ഇങ്ങനെ നീട്ടി വെച്ചാൽ തൈ സപ്പോർട്ടിൻ്റെ പ്രശ്നം കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ ചാരി ഇരുന്നാൽ ഹെഡ് റൂമിൻ്റെ പ്രശ്നം കഴിഞ്ഞു. ഇവിടെ കൈ വെച്ചുകൊണ്ട് നമുക്ക് ഇരുന്നിങ്ങനെ യാത്ര ചെയ്യാം. അപ്പോൾ 2, 4, 6 പേർക്ക് ഈ വണ്ടിയിൽ സുഖമായിട്ട് യാത്ര ചെയ്യാം. ഇവിടെ ഒരു സീറ്റ് കൂടി ഉണ്ടെങ്കിൽ 7 പേർക്ക് യാത്ര ചെയ്യാം. അപ്പോൾ ഈ കാല് നീട്ടി വെക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ഒരു ഫാമിലി കാർ എന്ന നിലയ്ക്ക്, അതല്ലെങ്കിൽ ഒരു ഫാമിലിയിലെ വലിയ കാർ എന്ന നിലയ്ക്ക് ഈ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ ഏത് വേർഷൻ എടുക്കണം? ആ ഒരു ചോദ്യം നിങ്ങൾക്കില്ലേ? എനിക്ക് തോന്നുന്നു 2, 3 അല്ലെങ്കിൽ 4 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ടെങ്കിലും കൂടിയ ബാറ്ററി പാക്കുള്ള വണ്ടി എടുക്കുക എന്നാണ് ഞാൻ പറയാം. കാരണം BYD കൊണ്ട് ആ ഒരു റേഞ്ച് നമുക്ക് കിട്ടും. റിയൽ റേഞ്ച് ഒരു 450 വരെയൊക്കെ സുഖമായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിക്ക്. അതുകൊണ്ട് തന്നെ ലോങ് ഡ്രൈവുകളല്ലേ വിഷയമാവില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ചോയ്സ്. ഈ ഒരു വലിയ മോഡൽ നിങ്ങളുടെ ചോയ്സ് എന്താ? താഴെ കമൻറ്റ് ചെയ്യുള്ളൂ. BYDയുടെ E6 നമ്മൾ ഓടിച്ചിട്ടുണ്ട്. E6 ഓടിച്ചപ്പോൾ അതിനൊരു പവർ കുറവുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സൈറ്റിംഗ് ആയിരുന്നില്ല, എന്നാൽ ലീനിയർ ആയിരുന്നു. ഓക്കെ, ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആവാൻ വന്ന വണ്ടിക്ക് തക്കവണ്ണമുള്ള എല്ലാം ആ വണ്ടിക്ക് ഉണ്ടായിരുന്നു. പിന്നീട് E6 മാറി, E6 നേരെ കൊമേഴ്ഷ്യൽ മാറി പ്രൈവറ്റ് കൂടി വാങ്ങാമെന്നുള്ള അവസ്ഥയ്ക്ക് എത്തി. ഇതിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്തൊക്കെ ശരിക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. കാരണം ഇത്രയും വില കുറവാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ നോക്കി നിന്നിരുന്നു. അങ്ങനെ 26 ലക്ഷം രൂപയ്ക്കൊക്കെ എക്സ്ഷോറൂം പറഞ്ഞപ്പോൾ ഇത് ഭയങ്കര വർത്താണെന്നൊക്കെ പറഞ്ഞു. ആ ഒരു വർത്തിൻ്റെ ആ ഒരു ഘടകങ്ങളാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല ഒരു ഡ്രൈവബിലിറ്റി ഉണ്ട്. 201 ഹോഴ്സ് പവർ. ലേറ്റസ്റ്റ് 8 സെക്കൻഡിൽ 100 ആണ്, 0 to 100 ആണ്. പിന്നെ ഇതിന് റൈഡ് ക്വാളിറ്റി നല്ലതാണ്. ലോ സ്പീഡിൽ നല്ല റൈഡ് ക്വാളിറ്റിയാണ്. ഹൈ സ്പീഡ് എന്ന് പറയുമ്പോൾ ഇത് അത്യാവശ്യം നല്ല ഹാൻഡ്ലിംഗ് ഒക്കെ ഉണ്ട്. ഒരു കാറ് പോലെ ഓടിക്കാവുന്ന ഒരു MPV ആണെന്ന് ലളിതമായിട്ട് പറയാം. അതിൻ്റെ ഗുണമെന്ന് പറയുമ്പോഴേ, നമ്മൾ കാറ് പോലെ ഓടിക്കാവുന്ന MPV എന്ന് പറയുമ്പോൾ ഇത് ഓടിക്കാനായിട്ട് പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നുമില്ല. തീരെ എഫേർട്ട് ഇല്ലാത്ത വളരെ ലളിതമായിട്ട് ഓടിക്കാവുന്ന ഒരു വണ്ടിയാണ് E-Max 7 എന്നുള്ളതാണ്. സ്റ്റിയറിംഗ് നല്ലതാണ്, ലൈറ്റർ സൈഡാണ്, ബ്രേക്സ് ഒരു ഇത്തിരി അഗ്രസീവാണെന്ന് തോന്നി. എനിക്ക് ഇതിൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് റൈഡ് ക്വാളിറ്റിയാണ്. മികച്ച റൈഡ് ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയെന്ന് നമുക്ക് E-Max 7 പറയാം. MPV 50 വേണം. ഇപ്പോൾ 3 സീറ്റിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ക്വസ്റ്റൻ വരുമ്പോൾ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യുന്ന ഒറ്റ വാക്കിൽ ഉത്തരം പറയാവുന്ന വണ്ടി എന്നാണ് ഇതേകൊണ്ട് പറയാനുള്ളത്.
ബ്ലേഡ് ബാറ്ററിയാണ്, BYD ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് റേഞ്ചിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. നല്ല റേഞ്ചുള്ള ഒരു വണ്ടിയാണ്. ഏരിയ കൊള്ളാം, കാഴ്ച കൊള്ളാം. ഗ്ലാസിൻ്റെ ആ ഒരു ക്വാർട്ടർ ഗ്ലാസ് പോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല വിസിബിലിറ്റി തരുന്നുണ്ട്. മിറർ വലുതാണ്. ഇതിൻ്റെ ഹാൻഡ്ലിംഗ് പാർട്ടും റൈഡ് പാർട്ടും ഇതിൻ്റെ ഒരു പവർ ടോർക്ക് ഫിഗറുകളുടെ പാർട്ടും ഒക്കെ കവേർഡ് ആയതുകൊണ്ട് E6 കിട്ടിയ വലിയൊരു അപ്ഗ്രേഡാണ് E-Max 7. അത് സംശയമൊന്നും വേണ്ട. കാലോടത്തെ പാഞ്ഞ് കയറി പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വണ്ടി എനിക്ക് കൊണ്ടുവന്നപ്പോൾ ഇതിനകത്ത് വളരെ കുറച്ച് ചാർജ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വേറൊരു ഇലക്ട്രിക് കാറാണ് ഞാൻ പറയും അയ്യോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ബുദ്ധിമുട്ടാണെന്ന് പറയും. പക്ഷേ BYD ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ഇതൊക്കെ ഇഷ്ടം പോലെയാണ് ഷൂട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ രാത്രി ഒരു 10-50 കിലോമീറ്റർ അങ്ങോട്ട്, 50 കിലോമീറ്റർ ഇങ്ങോട്ട്, 100 കിലോമീറ്റർ ഞാൻ ഓടിച്ചു നോക്കി. കാരണം ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടണം ആദ്യം വീഡിയോ ഉണ്ടാക്കുന്നതിന് മുന്നേ. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും. റേഞ്ച് ഹോൾഡ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. 3 മോഡുകളുണ്ട്. ഞാനിപ്പോൾ ഓടിക്കുന്നത് നോർമൽ മോഡാണ്. സ്പോർട്ട് മോഡിലേക്ക് മാറ്റി കഴിഞ്ഞാലാണ് അത് ആ ഒരു പവർ കയറി 100 ലിറ്ററിൽ അറിയില്ല കേട്ടോ. ഒരു ഹോട്ട് ഹാച്ച് കയറി പോകുന്ന പോലെ കയറി പോകുന്നു എന്ന് പറയാം. പിന്നെ ലീനിയർ ആണ് പവർ ഡെലിവറി. EV ആണ് എന്നുള്ളത് ഓക്കെയാണ്. പക്ഷേ EVയുടേതായിട്ടുള്ള ആ ഒരു അഡ്രിനാലിൻ ഉണ്ടെങ്കിൽ എന്താ പറയുക, ആ ഒരു വലിച്ചു കയറി പോകുന്ന ഒരു ഫീലൊന്നുമില്ല. അത് നമുക്ക് ഗുണമാണ്. കാരണം MPV എന്ന് പറയുമ്പോൾ 3 റോ സീറ്റിൽ ആളുകൾ ഇരിക്കുന്ന വണ്ടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ വലിച്ചു കയറി പോയാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് വോമിറ്റിംഗ് ടെൻഡൻസി കൂടും. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു വണ്ടിയിൽ വാഗമൺ വരെ പോയി ഒരു ഇലക്ട്രിക് കാറിൽ. ഞാൻ പിൻ സീറ്റിലാണ് ഇരുന്നത്, എതിർച്ചയ. അങ്ങനെ ഇരുന്നപ്പോൾ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും മൈഗ്രെയിൻ പിടിച്ചു, എൻ്റെ തലവേദന കൂടി, എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വന്നു. ആ ഒരു ആക്സിലേഷൻ അത്ര ബ്രൂട്ടലായിരുന്നു ഫീൽ ചെയ്തിരുന്നത്. ഇത് ആക്സിലേഷൻ ഉണ്ട്, ബ്രൂട്ടലാണെങ്കിലും ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. ഇവിടെ ബോർഡ് വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന റോഡിൽ ഇവിടെ ലഹരി ഉപയോഗം കർശനമായിട്ട് നിരോധിച്ചുകൊണ്ട് ഭയങ്കര ആപത്താണ് പോകും. അതായത് ലഹരിയൊക്കെ ഭയങ്കര പ്രശ്നമാണ്, കുട്ടികളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ നോ ടു ഡ്രഗ്സ് അതാണ് നമ്മുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വണ്ടി ഓടിക്കാൻ നല്ല രസമുണ്ടെന്നാണ് ലളിതമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ സ്റ്റിയറിംഗ് ഞാൻ കുറച്ച് അടുത്തേക്ക് വെച്ചേക്കാണ്. ഈ സ്ക്രീൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കളിക്കാൻ രസമാണ്. നമ്മുടെ അകത്തുള്ള ഒരു കുട്ടികളെയൊക്കെ ഉണർത്തുന്ന ഒരു വണ്ടി എന്നൊക്കെ വെറുതെ പറയാം. പിന്നെ എല്ലാ കൺട്രോളും സ്ക്രീനിലാണെന്ന് വേണമെങ്കിൽ സ്ക്രീനിനെ കുറിച്ച് ഒരു ഇത്തിരി പ്രശ്നമായിട്ട് പറയാം. പക്ഷേ നല്ല സ്ക്രീനാണ്, നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള സ്ക്രീനാണ്, നല്ല ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള സ്ക്രീനാണ്. സ്റ്റിൽ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും വയർലെസ് അല്ല എന്നുള്ളതൊരു വലിയ കുറവ് തന്നെയാണ് ഈ വണ്ടിക്കകത്ത്. കാരണം നമ്മൾ കൊടുക്കുന്ന വിലയ്ക്കുള്ള എല്ലാ മൂല്യവും നമുക്ക് വേണം എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നാലും നല്ല റൈഡ് ക്വാളിറ്റിയുള്ള ഒരു വണ്ടി, ഒരു ഫാമിലി കാർ നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു ഇലക്ട്രിക് കാർ ഏതാണെന്ന് വെച്ചാൽ BYD E-Max 7 എന്ന് ലളിതമായിട്ട് പറയാം. E6 വലിയൊരു പോരായ്മയായിരുന്നു ആ ഒരു സീറ്റിൻ്റെ കുറവ്, ആ ഒരു സീറ്റിൻ്റെ എണ്ണം. അപ്പോൾ ആ കൂടുതലെന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഇതിപ്പോൾ യൂസബിളായി, ലോങ് യാത്രയ്ക്ക് പറ്റിയൊരു വണ്ടിയായിട്ട് മാറി. ലഗേജ് വേണമെങ്കിൽ ലഗേജ്, ആൾ വേണമെങ്കിൽ ആൾ എന്നുള്ളൊരു കാര്യമാണ്. റേഞ്ചും ഉണ്ട്. അപ്പോൾ ലോങ് യാത്ര പോകാൻ വേണ്ടി ഇലക്ട്രിക് കാർ നോക്കുന്ന ആൾക്കാർക്കാണ് ശരിക്കും ഈ ഒരു വണ്ടി പറ്റുക. അല്ലെങ്കിൽ അവർക്ക് ഉതകുന്നൊരു വണ്ടിയാണ് E-Max 7 എന്ന് പറയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.